ഹലോ, എല്ലാവർക്കും ടേക്ക് ഇറ്റ് ഈസിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വത്തീനി വസൈത്തൂൺ. അപ്പോൾ അതിൽ പറയപ്പെട്ട ഒരു ഐറ്റമാണിത്. ഇപ്പോൾ പൊതുവെ ഒരുപാട് ആളുകളുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ അത്തിപ്പഴത്തിൻ്റെ ഒരു തൈ അല്ലെങ്കിൽ ഒരു മരം. അതിന്മേൽ നിറച്ച് കായകളും ഉണ്ടാകലുണ്ട് അല്ലേ? എന്നാലോ അതൊന്നും നമ്മൾ കാര്യമായിട്ട് ഒന്നിനും ഉപയോഗിക്കാറുമില്ല. അത് വെറുതെ ചാടി അങ്ങനെ പോവാന്നല്ലാണ്ട്. എന്നാൽ പിന്നെ നമുക്ക് അതുകൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കിയാലോ, അതല്ലെങ്കിൽ ഒരു തോരൻ അല്ലേ? അപ്പം ഇനി എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ മൂപ്പാകാത്ത അത്തിയാണ് വേണ്ടത്. ഇതുപോലെ ഉള്ളിൽ റോസ് കളറായിരിക്കണം. ഒരു പീലർ വെച്ച് കണ്ട് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ ഒന്ന് കഴുകി എടുക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് ഒരു കുറഞ്ഞ ചൂടുള്ള കുറച്ച് കഞ്ഞിവെള്ളത്തിലിട്ട് ഇത് നന്നായി ഒന്ന് കഴുകിയെടുക്കണം. എന്നെങ്കിൽ അതിലത്തെ ഒരു കറയും അല്ലെങ്കിൽ ഒരു ചവർപ്പൊക്കെ പോയി കിട്ടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ നമ്മൾ കഴുകിയെടുക്കുന്നത്. എന്നിട്ട് കഴുകിയെടുത്തതിന് ശേഷം വെള്ളം കൊണ്ട് ഒന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് നേരെ കുക്കറിലേക്ക് ഇതുപോലെ കുക്കറിലേക്ക് ഇട്ട് വേണ്ട മസാലകളും ഇട്ട് കൊടുക്കുക. ഇതിക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്പൂണ് ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം അതിൻ്റെ ഒപ്പത്തിന് അല്പം താഴെയായി ആണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അങ്ങനെ കുക്കർ കൊണ്ട് അടച്ചിട്ട് അതാണ് തിരിച്ചുമ്പോൾ വെച്ചാൽ 3-4 കൂക്ക് വരെ ഒന്നാണ് വെയിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതായി കിട്ടുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, അതിക്കുള്ള തേങ്ങയും മുളകൊന്നിട്ട് അരച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അരമുറിയിൽ താഴെയായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ 2 മുളകും അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ജീരകം, ചെറിയ ജീരകം അതല്ലെങ്കിൽ നല്ല ജീരകം എന്നൊക്കെ പറയില്ല, അതാണ് 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഫുൾ നിറവായിട്ട്. ഇതൊന്ന് മിക്സിമ വെച്ചിട്ട് ഒന്ന് നന്നായി ഒന്നിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ തേങ്ങ അരച്ചെടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എപ്പോഴും തേങ്ങ ഒരു അത്യാവശ്യം ഉണ്ടാകുന്നത് നന്നായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ അത്തിയൊക്കെ ഇവിടെ പാകം പോലെ ആയി, വേവൊക്കെ പാകം പോലെ ആയി, നല്ല ലെവലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിനൊന്ന് കടർക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കടർക്കാനായിട്ട് നമ്മൾ കുറച്ച് എണ്ണയൊക്കെ ഈ പാനിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഒരു ചെറിയ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടിത്തെറിച്ച് മൂത്തിങ്ങോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പൊട്ടിത്തെറി പറഞ്ഞാൽ ചില്ലറ പൊട്ടിത്തെറിയല്ല കേട്ടോ, ഭയങ്കര പൊട്ടിത്തെറിയാണ്. നീച്ച് പായണ്ടേ കേട്ടോ ഇവിടുന്ന്. അങ്ങനെ പൊട്ടിത്തെറിയൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള കടുകക്ക് നമുക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കാം. പിന്നെ 2 ചുവന്നുളകും മുറിച്ച് കണ്ടായിക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്നും അങ്ങോട്ട് മൂത്ത് വരണം. അങ്ങനെ അതൊരുമാതിരി ലെവലൊക്കെ ആയി. അപ്പോൾ നമ്മൾ ഇനി അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ തേങ്ങയും ഇതിനെ ചേർത്തു. ഇനി ചെറുതായിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നിട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാം കൊണ്ട് റെഡി ആയിട്ടുള്ള നമ്മൾ ഈ മസാലക്കൂട്ടിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അത്തിയ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളമായിട്ടൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല. അത് നമുക്ക് ഇത് റെഡിയായി വരുമ്പോഴേക്ക് പാകപ്പെട്ട് വരും, ഒന്ന് കുറുകി ലെവലായി സെറ്റായി വരും കേട്ടോ. അങ്ങനെ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന വരെ, ഒന്ന് സെറ്റാവുന്ന വരെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമ്മുടെ ഉപ്പേരി അതല്ലെങ്കിൽ അത്തിത്തോരൻ അതിവിടെ റെഡി ആക്കണം. ഈ സമയത്ത് ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ ഉഷാറാവും കേട്ടോ, നല്ല ടേസ്റ്റ് ആവും. നമ്മൾ തോരൻ അത്തിത്തോരൻ സൂപ്പറാവും. അപ്പോൾ തൈരുള്ളവർക്ക് തൈര് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക്, അപ്പോൾ വളരെ ഉഷാറാവും. നമുക്കിത് തൈര് ഇന്ന് ഷോപ്പ് ഇവിടെ 2 മണിക്ക് ശേഷം ഷോപ്പില്ലാത്തത് കാരണം നമുക്ക് തൈര് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, വളരെ ഉഷാറാക്കണം. അതല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഉപ്പേരി തന്നെയാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും ഇത് വീട്ടിൽ നന്നായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കാം, വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇത് അറിയാത്തവർക്കായി എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടേക്കാം. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്നുള്ള വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. ഷെയർ ചെയ്യാൻ പിന്നെ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, അപ്പോൾ ഷെയർ ചെയ്യുക. ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യുക.
ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ദേ കിടക്കുന്ന സുഹൃത്തുക്കളെ, നമ്മുടെ അത്തിത്തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ കഴിയുന്നവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ തൈരുള്ളവർ അത് ഒഴിക്കാൻ മറക്കരുത്. തൈരുണ്ടെങ്കിൽ വളരെ സൂപ്പറായിരിക്കും നമ്മുടെ ഈ അത്തിത്തോരൻ. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധയിൽ വെക്കുക. എന്നാൽ പിന്നെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.